most of the buildings. Without glass, there is no building. എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് പ്രീമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്കമിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകാരുടെ ബിസിനസ് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓൺലൈനായിട്ട് നമ്മൾ ഒരുപാട് പേര് അവരുടെ ബിസിനസ് പ്രീമിയറിലൂടെ ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ ഒരു പുതിയ സീരീസ് ആണ്. അവരുടെ ബിസിനസ് എന്താണെന്ന് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, കൺസ്ട്രക്ഷൻ ഫീൽഡ് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സിലൊന്നാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ഗ്ലാസ് എന്ന മെറ്റീരിയലിൻ്റെ ഉപയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് നമുക്കറിയാൻ പറ്റും, നമ്മൾ കാണുന്ന പല ബിൽഡിങ്ങുകളിലും ഗ്ലാസിൻ്റെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ്സാണ് ഗ്ലാസ്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ബിസിനസ്സിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതും വിജയം നാട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. VSG ഗ്ലാസിൻ്റെ സാരഥിയായിട്ടുള്ള ശ്രീ സതീഷ് നായരാണ്. നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടാം, സ്വാഗതം ചെയ്യാം. നമസ്കാരം, ബിസിനസ് പ്രീമിയറിലേക്ക് സ്വാഗതം. ഹലോ. ഗ്ലാസ് വളരെ ഞാൻ ഇപ്പോൾ പറയുകയുണ്ടായി, വളരെ ഇന്ന് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ അങ്ങയുടെ ബിസിനസ്സിനെ കുറിച്ചിട്ട്, VSG ഗ്ലാസിനെ കുറിച്ചിട്ട് ഒരു ചെറുതായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Basically, we are Vinayaka Safety Glass and our brand name is VSG. And we are located in Tripunithura. And we also have branch in Bangalore. ഒരു 18 to 20 കൊല്ലമായി ഞാനിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ. We are mainly into architectural glass. Okay. Architectural glass പറഞ്ഞു കഴിഞ്ഞാൽ in very simple terms, any building or any residence, today you can see most of the buildings, without glass, there is no building. Most of the architects, most of the structural engineers, civil engineers ആണെങ്കിൽ എല്ലാവരും ഗ്ലാസ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു പ്രൊഡക്റ്റായി, മെറ്റീരിയലായി ഒരു ബിൽഡിങ്ങിൻ്റെ ഏതൊരു, ബിക്കോസ് ഇറ്റ് ആഡ്സ് ടു ദ എസ്തെറ്റിക്സ്, ഇറ്റ് ആഡ്സ് ടു ദ ബ്യൂട്ടി, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് is glass. Basically it also reduces the weight of the building. So glass has become a very very versatile material in construction industry. അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലരും പല ബിസിനസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ബിസിനസ്സിൽ എങ്ങനെയാണ് എത്തപ്പെട്ടത്, എങ്ങനെയാണ് ആ ഒരു ബിസിനസ് ഫീൽഡ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനം, അതിനെക്കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കേരളയിൽ നിന്ന് പുറത്ത് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറ്റ് ഈസ് എ ബിഗർ മാർക്കറ്റ്. സോ വൺ ഈസ് ഓപ്പർച്യൂണിറ്റി വൈസ്, second thing is learning wise also. And from a smaller pond we were actually jumping into a big sea. അപ്പോൾ it was a very big transformation. അങ്ങനെ നിങ്ങൾ ബാംഗ്ലൂരിൽ നിങ്ങളുടെ ഫസ്റ്റ് 2002 നമ്മുടെ സ്വന്തം ഒരു ടഫ് ആൻഡ് ഗ്ലാസ് പ്ലാന്റ് നിങ്ങൾ ബാംഗ്ലൂരിൽ, ആൻഡ് വി വർ ദ ഫസ്റ്റ് പീപ്പിൾ ഫ്രം കേരള ടു സ്റ്റാർട്ട് എ ടഫ് ആൻഡ് ഗ്ലാസ് യൂണിറ്റ് ഇൻ ബാംഗ്ലൂർ. അങ്ങനെ നമ്മുടെ ജേർണി ബാംഗ്ലൂരിൽ നിന്ന് അവിടെ വി സ്റ്റാർട്ടഡ് ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് ഐ വാസ് ടേക്കിംഗ് കെയർ ഓഫ് ദ എൻറ്റയർ, എന്താ പറയുക, ആസ് എ ബ്രാഞ്ച് മാനേജർ ആൻഡ് ഓൾ. ഗ്രാജുവലി നമ്മുടെ അതിൻ്റെ ആ ഒരു ഇതിൽ നിന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഐ കുഡ് ലേൺ ആൻഡ് ഐ കുഡ് ആക്ച്വലി പുഷ് മൈ ലിമിറ്റ്സ്. ബാംഗ്ലൂരിൽ ആദ്യം മാർക്കറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്, പിന്നെ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ കോൺഫിഡൻസ് എല്ലാം ഇതായപ്പോൾ ഗ്രാജുവലി ഐ ഗോട്ട് ഇൻ ടു ദ പ്രൊഡക്ഷൻ ഓൾസോ. So I was actually taking care the entire unit, entire production thing. Now, glass has become a very integral part of any building. Okay, today the technology has gone to such a height that ഇപ്പോൾ നമ്മുടെ കുറേ പ്രൊജക്ട്സ് കേരളയിൽ തന്നെ, നിങ്ങളുടെ കുറേ പ്രൊജക്ട്സിൽ നമ്മൾ വിത്തൗട്ട് ഗ്രിൽസ് ഗ്ലാസ് വി ആർ യൂസിങ്. അപ്പോൾ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്ലാസ്സിൽ ടഫ് ആൻഡ് ഗ്ലാസ് കഴിഞ്ഞിട്ട് there is something called laminated glass. അത് കഴിഞ്ഞിട്ട് ഈ ലാമിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ ഗ്ലാസ് പൊട്ടുന്നതും സ്റ്റഫൻ ഗ്ലാസ് പൊട്ടുമ്പോൾ 3 ടൈം ദ സ്ട്രെങ്ത് ഈസ് മോർ. അത് കഴിഞ്ഞിട്ട് ലാമിനേറ്റഡ് ഗ്ലാസ് പറയുമ്പോൾ അത് 6 ടൈംസ് ദ സ്ട്രെങ്ത് ഈസ് മോർ. ഈ ലാമിനേഷൻ ഗ്ലാസ് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി 2 ഗ്ലാസിൻ്റെ നടുക്ക് ഒരു PVB പോളിവിനൈൽ ബ്യൂട്ടൈൽ ഒരു ഫിലിമാണ് ഒട്ടിയത്. സോ വാട്ട് ഇറ്റ് ഹാപ്പൻസ് ഇസ്, ഈവൻ ദോ ഇഫ് ദ ഗ്ലാസ് ബ്രേക്സ്, ഡ്യൂ ടു ദാറ്റ് PVB, it actually holds the glass. It will not fall down. Yeah.
So that is called as a safety glass. എല്ലാ ബിസിനസ്സിനും അതിൻ്റേതായിട്ടുള്ള USB ഉണ്ടാവും. അങ്ങയുടെ ബിസിനസ്സിന്റെ USB എന്താണ്? VSGന്റെ USP പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് അറ്റ് എ വെരി വെരി അഫോർഡബിൾ പ്രൈസ്. ഈ ഗ്ലാസിന്റെ ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങ് ഏതെല്ലാം പ്രോഡക്റ്റാണ് ഡീൽ ചെയ്യുന്നത്? ഗ്ലാസ്സിലെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രമാണോ അല്ലെ എല്ലാ പ്രോഡക്ട്സും അങ്ങ് ഡീൽ ചെയ്യുന്നുണ്ട്? അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു. മെയിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഗ്ലാസസിലാണ്. അതിൽ ടഫൺ ഗ്ലാസ്, ലാമിനേറ്റഡ് ഗ്ലാസ്, ഇൻസുലേറ്റഡ് ഗ്ലാസ്, ടഫൺ ബെൻഡ് ഗ്ലാസ്, ലാക്കേർഡ് ഗ്ലാസ്, ഡെക്കറേറ്റീവ് ഗ്ലാസ്. ഇപ്പോൾ നമ്മൾ ടഫൺ ഗ്ലാസ്, ആദ്യം നമ്മൾ ടഫൺ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഇന്ന് മെജോറിറ്റി of the buildings, let it be commercial, let it be residential, let it be hospitality, everything, toughened glass is becoming gradually ഒരു 50% of the market. Most of the buildings they are going for toughened glass. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഇത് ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കേരളയിലത്തെ എല്ലാം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ബിസിനസ് അസോസിയേറ്റ്സും ബിൽഡേഴ്സും സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഇത് ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു റിക്വസ്റ്റ് ആണ്. ഐ തിങ്ക് യു നോ ദ ഗവൺമെൻറ് ഓഫ് കേരള, ഇഫ് യു നോ റീസെൻ്റ്ലി നമ്മളെല്ലാവർക്കും അറിയും ബാങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി, വേർ ഒരു വൺ ലേഡി ഹാഡ് ടു ലൂസ് എ ലൈഫ്. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി എ വെരി ബിഗ് ഷെയിം ഫോർ ദ എൻറ്റയർ നമുക്ക് എല്ലാവർക്കും അതൊരു വളരെ ഇത്, ബിക്കോസ് സംബഡി ലൂസിങ് ദെയർ ലൈഫ്. നൗ വൈ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്? അതിൻ്റെ മെയിൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഗ്ലാസ് വാസ് നോട്ട് പ്രോസസ്ഡ്, ദാറ്റ് വാസ് നോട്ട് എ സേഫ്റ്റി ഗ്ലാസ്. But the government has taken such a speedy action where we are really proud that they are gradually now already, even from the government side, they are strictly implementing and they are telling that now most of the buildings, now whatever future projects and everywhere, minimum ഒരു requirement, ഒരു building അല്ലെങ്കിൽ ഒരു residential, everywhere they should use a toughened glass. At least we can ensure that now further, നമ്മുടെ brothers ആണെങ്കിലും കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും, life is very very important. ആൻഡ് ജിനൻജി ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഐ വോണ്ട് ടു ടെൽ യു, ഇത് ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. ആൾക്കാർ വിചാരിക്കുന്ന കോസ്റ്റ്. സോ ദർ ഇസ് നത്തിങ് ലൈക്ക്, സി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു സാധാരണ ഗ്ലാസും ഈ ടഫൺ ഗ്ലാസിൻ്റെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 50%. ബ്യൂട്ടിഫുൾ റെസിഡൻസസ്, അതിൽ ആകെയിലെ ഒരു ജനാല ഒരു വീട്ടിൽ എത്ര ജനാലകൾ വരും? നിങ്ങൾ അതിൻ്റെ ഏരിയ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി നോമിനൽ. So I would request all the builders in Kerala and almost most of the people, that whoever is listening to this, that it is a sincere request that kindly try to implement or try to mandatorily make sure that in most of the buildings the glass has to be toughened. അപ്പോൾ ടഫൻ ഗ്ലാസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ടഫൻ ഗ്ലാസ് അത് കൂടാണ്ട് വേറെ 2-3 കാറ്റഗറി പറഞ്ഞല്ലോ. ടഫൻ ഗ്ലാസ് കൂടാണ്ട് പിന്നെ മറ്റെന്തൊക്കെ കാറ്റഗറിയാണ് ഗ്ലാസ്സിലുള്ളത്? അതൊന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. അതിൻ്റെ അടുത്തതാണ് ലാമിനേറ്റഡ് ഗ്ലാസ്. ഇപ്പോൾ ലാമിനേറ്റഡ്, ദ വേർഡ് ലാമിനേഷൻ, ദാറ്റ് മീൻസ് സംതിങ് ഈസ് ഗെറ്റിംഗ് സ്റ്റിക്ക് ടു ഈച്ച് അതർ. ഓക്കെ, ഇതിൽ കോമ്പിനേഷൻ ഓഫ് ഗ്ലാസസ് ക്യാൻ ബി എനിത്തിങ്. കോമ്പിനേഷൻ ഓഫ് ഗ്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്ന ജിനൻജി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ 5+5 mm, ഇറ്റ് ക്യാൻ ബി 6+6, ഇറ്റ് ക്യാൻ ബി 8+8, ഇറ്റ് ക്യാൻ ബി 10+10. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ, ഈ രണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു PVB ഫിലിമാണ് ഒട്ടിക്കുന്നത്. അത് സേഫ്റ്റി ഫിലിമാണ്. അപ്പോൾ ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗ്ലാസ്സിനെ ടഫൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓട്ടോക്ലേവ് പറഞ്ഞിട്ട് ഒരു മെഷീൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഈ ഗ്ലാസ് ലാമിനേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് രണ്ട് ഗ്ലാസും പ്രസ് ചെയ്യും. ഈ ലാമിനേഷൻ ഫിലിം നടുക്ക് സെൻറ്ററിൽ ഇട്ടിട്ട് ഈ രണ്ട് ഗ്ലാസും പ്രസ് ചെയ്യും. സോ ദാറ്റ് പ്രോസസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ലാമിനേറ്റഡ് ഗ്ലാസ്. നൗ ഈ പ്രൊഡക്റ്റ് ലാമിനേറ്റഡ് ഗ്ലാസ് പറയുമ്പോഴാണ് ദ വേർഡ് സേഫ്റ്റി കംസ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് എവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റൈസ് ബിൽഡിംഗ്, നമ്മളിപ്പോൾ കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ വളരെ ഹൈ റൈസ് ബിൽഡിങ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ നമ്മുടെ പെർഗോലയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം. പെർഗോല വൈ? ബിക്കോസ് സപ്പോസ് പെട്ടെന്ന് നമ്മളൊരു നോർമൽ ഗ്ലാസ്, ടഫൺ ഗ്ലാസ്, എവറി ഗ്ലാസ് ക്യാൻ ബ്രേക്ക്. ബ്രേക്കിംഗ് പാറ്റേൺ ഇസ് ഡിഫറെൻറ്റ്. ബട്ട് when you are using a safety glass, what happens? Even though if the glass is above your സീലിംഗിൽ ആ ഒരു ഹൈറ്റിലാണെങ്കിൽ, ഈവൻ ദോ ഇപ്പോൾ ഒരു സേഫ്റ്റി ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ് പൊട്ടുമ്പോൾ അത് ഇറ്റ് സ്പ്രെഡ്സ്. ബട്ട് ലാമിനേറ്റഡ് ഗ്ലാസ് പൊട്ടുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക, എന്തെങ്കിലും മുകളിൽ അതിൻ്റെ വീണ് കഴിഞ്ഞാലും ബിക്കോസ് ഓഫ് ദ ലാമിനേഷൻ ഫിലിം ഇറ്റ് വോണ്ട് ഫോൾ ഡൗൺ. സോ ആ സേഫ്റ്റി ഈസ് ആ ഒരു വേർഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ്. ഇപ്പോൾ ഈ ലാമിനേറ്റഡ് ഗ്ലാസ്സിൽ സേഫ്റ്റി അല്ലാതെ തന്നെ
ഈ ഗ്ലാസ്സിന് 2-3 വേറെ നല്ല ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ ചൂട് കുറവാക്കാൻ പറ്റും. ബിൽഡിംഗ്, കമേഴ്ഷ്യൽ ബിൽഡിംഗ് വളരെ ക്ലോസ് ടു ദ റോഡ് സൈഡ് ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് ലാമിനേറ്റഡ് ഗ്ലാസ്. ദർ വിൽ ബി ലോട്ട് ഓഫ് മൈ ഫ്രണ്ട്സ് ബ്രദേഴ്സ് വിൽ ബി ദർ ഹു ലൈക്ക് ടു നോ എവിടെയൊക്കെ ഈ ഗ്ലാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടെമ്പേർഡ് ഗ്ലാസ് പറയുമ്പോൾ നമുക്ക് ഹെവി ട്രാഫിക് എല്ലാം ഇടാകുമ്പോൾ ദർ ഈസ് എ ചാൻസ് ഓഫ് ഫ്രിക്ഷൻ, സോ ഗ്ലാസ് ക്യാൻ ബ്രേക്ക്. ബട്ട് ലാമിനേറ്റഡ് ആകുമ്പോൾ ബിക്കോസ് ഓഫ് ദിസ് എന്താ പറയുക കുറച്ചുകൂടിയും ആ ഒരു ഇതിൻ്റെ കാരണം ദ സ്ട്രെങ്ത് ഈസ് മോർ, സോ യു ക്യാൻ പുട്ട് ഇറ്റ് ദർ. ഇൻസുലേറ്റഡ് ഗ്ലാസ് നമ്മളിപ്പോൾ ജിനൻജി നമ്മുടെ കാക്കനാട് സൈഡെല്ലാം പോയി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ IT ബിൽഡിംഗ് യു മൈറ്റ് ഹാവ് സീൻ ദ ഗ്ലാസസ് ഈ കർട്ടൻ വാൾസ് പോലെ, ആൻഡ് അതിൽ ഫ്രെയിംസ് ഒന്നും ഉണ്ടാവില്ല. ഈ എല്ലാം ഗ്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ 2 ടൈപ്സ് ഓഫ്, അതിൽ 2 ടൈപ്പാണ് ചെയ്യുന്നത്. ഒന്ന് one is called as a DGU, it is called as double glazed units. Okay, why it is called as a double glazed units? Because 2 glasses in between there is a aluminum spacer. അതിൻ്റെ കുറച്ച് കോസ്റ്റ് കുറവാക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ഗ്ലേസ്. അപ്പോൾ ഈ DGU ഗ്ലാസ്, ഇൻസുലേറ്റഡ് ഗ്ലാസ് മെയിൻലി നമ്മൾ ഒരു ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി അതിൻ്റെ എനർജി കൺസേർവ് ചെയ്യാനും ചൂട് കുറവാക്കാനും, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഹൈ പെർഫോമൻസ് ലോ പെർഫോമൻസ് ഗ്ലാസ്സസ് ഉണ്ട്. അതെല്ലാം ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഒരു ബിൽഡിങ്ങിൻ്റെ എന്താ പറയുക കാര്യങ്ങൾ എന്താ പറയുക ആ ചൂടിൻ്റെയും ഇതെല്ലാം നോക്കിയിട്ടാണ് അത് ഡിസൈൻ ആസ്പെക്ട്സിൽ ഇത് ചെയ്യുന്നത്. ടഫൺ ബെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ടഫണിൻ്റെ തന്നെ ഒരു എന്താ പറയുക ചാറ്റിനും അനിയത്തി പറയുന്ന പോലെ only thing is when the word bend is coming. Now for example you are constructing in a house, okay, where you are having some certain places where you know it is not a 90 degree, okay, and where you are looking at a curve. So obviously when you are having a straight glass you don't have, so what are you going to do? But then you want something glass incorporate ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനുമായിട്ടാണ് ഈ ടഫൺ ബെൻഡ് പറയുന്ന സംഭവം. അപ്പോൾ wherever you need a curve, so there is a product called ടഫൺ ബെൻഡ്. ഇനി നമ്മൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സെഗ്മെന്റിലാണ് വരുന്നത് ഡെക്കോറേറ്റീവ് ഗ്ലാസ്. ഡെക്കോറേറ്റീവ് ഗ്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എല്ലാ വീട്ടിൽ, നിങ്ങളിപ്പോൾ ജയൻജി തന്നെ അറിയണ്ടാവില്ല, ജയൻജീൻ്റെ വീട്ടിൽ തന്നെ കുറേ വീട്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൂജാമുറിയിൽ നമുക്ക് ഗ്ലാസിൻ്റെ എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ ഐഡൽസ് എല്ലാം നമുക്ക് ഗ്ലാസ്സിൽ ചെയ്യാം. നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സിൽ നമുക്ക് ഗ്ലാസ് ഇടാം. നമ്മുടെ മിറേഴ്സിൽ നമുക്ക് എച്ചിങ് ചെയ്യാം. അപ്പോൾ എനിത്തിങ് റിലേറ്റഡ് ടു decoration or anything related to creative, we can do it on the glass. So that also we are catering. Other than that, we can cater into the churches, we can cater into the mosque. ഇപ്പോൾ ചേർച്ചിൽ തന്നെ നിങ്ങൾ പല സ്ഥലത്ത് പോയിട്ടാവുന്ന യു ക്യാൻ സീ ലോട്ട് ഓഫ് കളർഫുൾ ഗ്ലാസസ്, ദാറ്റ് ഇസ് കോൾഡ് ആസ് ദ ലെഡഡ് സ്റ്റെയിൻ ഗ്ലാസ്. അപ്പോൾ ഡോംസിൽ അപ്പോൾ ഇതെല്ലാം വാട്ട് എവർ കളർ അതിൽ നമ്മൾ പല ടൈപ്പ് എയർ ബ്രഷിങ് ചെയ്യും, beveling clusters ചെയ്യും, പല ടൈപ്പ്. So that is why that the terminology is used like decorative glass, anything for decoration for your house. അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഏത് സ്റ്റേജിലാണ് നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്? അതായത് ഒരു ഗ്ലാസിൻ്റെ കമ്പനി എന്നുള്ളത് മാത്രമല്ല, നോർമലി ആ ഒരു ടെക്നോളജി ഉപയോഗിക്കേണ്ട സ്ഥലം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് സമയത്താണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്? ആർക്കിടെക്റ്റിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡിസൈനിങ് സ്റ്റേജിൽ തന്നെ അവർ പാർട്ട് കംസ്. ബേസിക്കലി ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇഫ് യു സി ആർക്കിടെക്റ്റും ക്ലയൻറ്റും നമ്മുടെ ഒരു ഇതുണ്ടെങ്കിൽ വി ക്യാൻ സജസ്റ്റ് ദം ഇൻ എ ബെറ്റർ വേ. Lot of places where we have suggested where the building weight can be reduced using different kinds of glass. But if we are involved in the initial stages of the project, I'm sure there can be a better understanding and better bonding between us. So we are always there for them in the initial stages. Itself ഒരു പ്രൊജക്റ്റിൻ്റെ ഏതൊരു ഇനീഷ്യൽ റെസിഡൻഷ്യൽ ആണെങ്കിലും അതൊരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും the design aspects in the beginning stage തൊട്ട് തന്നെ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെ ഇതാണ് കസ്റ്റമറിന്. അത് തീർച്ചയായിട്ടും ബിക്കോസ് ചില ക്ലയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ആർക്കിടെക്ട്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഡിസൈൻ മാത്രമേ എടുക്കാറുള്ളൂ, പക്ഷേ പല ബാക്കി കാര്യങ്ങൾ അവർ തന്നെ ഇത് ചെയ്യും. പക്ഷേ നമ്മൾ അത് ആ ഡിസൈനിങ് സമയത്ത് തന്നെ നമ്മളെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഓൾവേസ് ടെൽ ദം വാട്ട് ആർ ദ തിക്നെസ്, വാട്ട് കൈൻഡ് ഓഫ് തിക്നെസ് ക്യാൻ ബി യൂസ്ഡ്, which kind of glass can be used, which can be very cost effective, which looks more elegant, which is aesthetic values. ഇതെല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. rather than അവർ എന്തെങ്കിലും ഇടാതെ റോങ് ഹാൻഡ്സിൽ പോവാതെ we can give them a proper solution for everything, for ഓരോരോ പർട്ടിക്കുലർ. ഇപ്പോൾ ബാത്റൂമിന്
is required. Handrails ne what you need to. ഒരു സ്ട്രക്ചറിന് what kind of material is being used. Thickness എന്താ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ കോമ്പിനേഷൻ ഇല്ല വാട്ട് ഓൾ ദ അതർ മെറ്റീരിയൽ ലൈക്ക് അത് UPVCൻ്റെ കൂടെ പോകണോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ കൂടെ പോകണോ അതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് അവർക്ക് സജസ്റ്റ് ചെയ്ത് തരാം. നമ്മൾ ഗ്ലാസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, പല വെറൈറ്റിയിലുള്ള ഗ്ലാസ് എന്താണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ ലാസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ധാരാളം നമുക്ക് ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ആർക്കിടെക്ട്സിന് വളരെ ധാരണയുണ്ട്, കാരണം വിദേശങ്ങളിലൊക്കെ എല്ലാ ബിൽഡിങ്ങുകളിലും ഗ്ലാസ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ആയി തുടങ്ങി, ഇനിയും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാധാരണക്കാരന് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏത് രീതിയിലുള്ള ഗ്ലാസ് ഉപയോഗിക്കണമെന്ന് അറിയണോ എന്നുള്ള ആഗ്രഹമുള്ള പല ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് സതീഷിന് പറ്റുമോ? ഒരു വീടോ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബിൽഡിംഗ് നമുക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാവർക്കും ദൈവം ഓരോ സ്കിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് ഒരു ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി അതിൻ്റെ ആൾക്കാരുണ്ട്. ആൻഡ് ഹു ആർ ദോസ് പീപ്പിൾ? ആർക്കിടെക്ട്സ്. അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഹു ആർ ദോസ് പീപ്പിൾ? ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ്. അതിൻ്റെ സ്ട്രക്ചറിൻ്റെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. ദേ ആർ ദ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ്. സോ എൻ്റെ ഒരു സിൻസിയർ ഒപ്പീനിയൻ ആണ് എല്ലാവരോടും, എൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പീപ്പിൾ ഹു ആർ ലിസണിങ് ടു ദിസ്, ദറ്റ് കൈൻഡ്ലി ടേക്ക് ദെയർ വാല്യുബിൾ ഇൻഫോർമേഷൻ, ഇൻപുട്സ് ആൻഡ് പ്ലീസ് ട്രൈ ടു ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് എൻ്റെ ഒരു റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ്ലി ട്രൈ ടു യൂസ് സേഫ്റ്റി ഗ്ലാസ്സസ്. ബിക്കോസ് സാധാരണ ഗ്ലാസ് നമ്മളൊരു ഗ്ലാസ് ഉണ്ട് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ യു ഹാവ് ടു യൂസ് ദ കറക്റ്റ് തിങ് അറ്റ് കറക്റ്റ് പ്ലേസസ്. ബിക്കോസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇത് നമ്മുടെ സേഫ്റ്റിയും ഉണ്ട്, നമ്മുടെ ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഒരു വീടാണെങ്കിലും ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും ആ ഒരു മേജർ ആസ്പെക്ട്സ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും. ഇന്നത്തെ ഈ ഡിസ്കഷൻ നിർത്തുന്നതിന് മുമ്പേ ഐ വുഡ് ലൈക്ക് ടു ടെൽ ഓൾ മൈ ഫ്രണ്ട്സ് ഹൂസ് വാച്ചിങ്, നിങ്ങൾക്ക് ഗ്ലാസ് റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആസ് ലൈക്ക് യു ആർ ആക്ച്വലി വെൻ യു ആർ അപ്രോച്ചിങ് ടു എ ഡോക്ടർ ഓർ എ ലോയർ ഓർ എനി കൺസൾട്ടൻറ്റ്, we are there. Vinayaka Safety Glass as a company is always there at your doorstep to help to give you any kind of free guidance. Please understand, you are always free to call me or to approach my company. We are always there at your doorstep to give guidance for all kinds of your residential, commercial and glass related any kind of. It's like a നിങ്ങളുടെ എന്താ പറയുക മെഡിസിൻ പോലെ ഗ്ലാസിൻ്റെ ഓരോരോ ടാബ്ലറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. Please approach us. We are always there to help you. Thank you very much. ഇന്നത്തെ നമ്മുടെ അതിഥിയായിരുന്നത് ശ്രീമാൻ സതീഷ് നായരായിരുന്നു. നമ്മൾ വളരെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. അടുത്ത ആഴ്ച നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും വരാം. ബിസിനസ് പ്രീമിയർ കണ്ട എല്ലാവർക്കും നന്ദി.